ഫൈസി, ഇവിടെ ഞാൻ വീണ്ടും ഒരു സാധാരണ സുന്നി സഹോദരന്റെ പ്രതിനിധിയായി ആവുകയാണ്. ആയിക്കൊണ്ട് അവരുടെ ഒരു ചോദ്യം, ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന മദ്ഹബ് പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും ഇപ്പോ അൽ ഉമ്മിനെ പോലുള്ള ഗ്രന്ഥങ്ങള് ഒക്കെ തന്നെയാണ് പള്ളി ദർസുകളില് സമസ്തയുടെ പണ്ഡിതന്മാര് പിന്നെ ഓതി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അപ്പൊ അവര് ഇതൊന്നും കണ്ടിട്ടില്ലേ? എന്താണ് ഈ രൂപത്തില് ഈ മദ്ഹബിനെ കുറിച്ച് സമസ്തയുടെ പണ്ഡിതന്മാര് ഇതേ കിതാബുകൾ ഓതുന്ന, ഇതേ മദ്ഹബി ഇമാമിങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാര് ആ രൂപത്തിൽ സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതില് പ്രായോഗികമായ ഒരു വശമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒറ്റടിക്ക് പറഞ്ഞാൽ, ഇപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുട്ടിപ്രായം മുതൽ അവൻ ഏത് സാഹചര്യത്തിൽ വളരുന്നു ആ രൂപത്തിൽ വളരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുട്ടിയും പ്രകൃതിക്ക് വിധേയമായി, അതായത് ഏതും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് സ്വീകരിക്കാൻ പര്യാപ്തമായ രൂപത്തിലാണ് അവൻ ജനിക്കുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിയോ യുനസ്സിറാനിയോ മജ്സാനി എന്ന് പറഞ്ഞിട്ട്, അതായത് അവന്റെ മാതാപിതാക്കളാണ് അവനെ ക്രൈസ്തവനും ജൂതനും ഏകദൈവ വിശ്വാസിയും ഒക്കെ ആക്കി മാറ്റുന്നത്. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് രൂപത്തിൽ വളരുന്നോ ആ സാഹചര്യത്തിൽ വളരുമ്പോൾ അതിനെ തിരിച്ചു ചിന്തിക്കാൻ അവന് കഴിയില്ല. പിന്നെ തിരിച്ചു ചിന്തിക്കണമെങ്കിൽ കൃത്യമായി അതിനുള്ള അവനെ ഉണർത്തി ചിന്തിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം. അപ്പോഴേ അവനെ തിരിച്ചു ചിന്തിക്കാൻ സാധിക്കും. അതല്ലാതെ ഒരിക്കലും തിരിച്ചു ചിന്തിക്കൂല. ഇപ്പൊ നമുക്കൊക്കെ കൃത്യമായ അനുഭവമാണ്. ഇപ്പൊ 930 പെണ്ണ് കയ്യെഴുത്ത് പഠിക്കുന്നത് തെറ്റാണെന്ന് സമസ്ത മുഷാവറ മുഴുവനോട് പ്രഖ്യാപിച്ച്. സമസ്ത മുഷാവറയുടെ തീരുമാനമാണത്. കേരളത്തിലെ പണ്ഡിത ആരാ അവര്? അന്ന് മാത്രമല്ല ഒരു സമസ്ത, ഒരൊറ്റ സമസ്തയാണ്. AP, EK സംസ്ഥാനം എല്ലാം ഒന്നാണ്. എല്ലാരും പാടെ കൂടിയിട്ടാണ് പാസ്സായി കളഞ്ഞ്. അവർക്ക് ഇപ്പൊ കിതാബ് ഇരിയില്ലേ, അവർക്ക് ഇമാമിനെ അറിയില്ലേ, പാസ്സാക്കി. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം അതിനെതിരെ ശക്തമായ സുന്നത്തിന്റെ പടയോട്ടം നടത്തിയപ്പോ അവരെന്ത് ചെയ്തു? തൽക്കാല പരിപാടി അലിഖിതമായി തീരുമാനം പിൻവലിച്ച്. അപ്പൊ എന്താണ്, ആളുകൾ അന്ന് ചോദിച്ചു, ഈ പെണ്ണ് എഴുത്ത് പഠിക്കുന്നത് തെറ്റാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ട് ഈ വഹാബികൾക്ക് ഈ കഥ ഇവരെക്കാണോ വലിയ പണ്ഡിതന്മാരാണോ? ഇവര് നമ്മളെ പണ്ഡിതന്മാർ വലിയ വലിയ മഹാന്മാരാണ്. വഹാബി മൗലിയന്മാർക്ക് എന്തറിയും? ഒന്നും അറിയില്ല. ഇവരെക്കാണോ വലിയ പണ്ഡിതന്മാരാവുകയാണോ? മാത്രമല്ല, എന്റെ കരുവാര കൊണ്ട് തന്നെ ഒരിക്കൽ ഒരു പെണ്ണ് വന്ന് പ്രസംഗിച്ച്, അപ്പൊ അവിടുത്തെ സുന്നി മുസ്ലിംമാർ അതിന് മറുപടി പറഞ്ഞ എന്താ അറിയോ? അന്ത്യനാളിന്റെ ലക്ഷണമാണ് പടക്കോയി കുവ്വിപ്പോയി എന്നാ പറഞ്ഞത്, ഒരു പെണ്ണ് പ്രസംഗിച്ചിട്ട്. പക്ഷെ ഇന്ന് സമസ്തയുടെ പണ്ഡിതന്മാരുടെ കെയർ ഓഫിൽ തന്നെ സ്ത്രീകൾ സ്റ്റേജിൽ കയറി അവർക്ക് പ്രസംഗിക്കുന്നു, അവരുടെ കോളേജുകളിൽ പഠിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത് തിരുത്തി അവർ ഉപചോദ്യമായി കൊടുക്കും. കോളേജുകളിൽ ഇപ്പൊ 2 കോളേജിലും ഒരേ സിലബസ് ആണല്ലോ ശരിക്ക്. അഫ്ദൽ ഉലമക്ക് ഇപ്പൊ അറബിക് കോളേജ് മുജാഹിദിന്റെ കോളേജിലും പൈസ പറഞ്ഞ ഈ കോളേജുകളിലൊക്കെ ഒരേ സിലബസ് പഠിപ്പിച്ചിട്ടും ഇപ്പൊ ഇയാൾ ചോദിച്ച അതേ ചോദ്യം, ഏകദേശം ആ ചോദ്യത്തിനോട് ബന്ധമുള്ള ഒരു ചോദ്യം. കാരണം ഉരുത്തിരിഞ്ഞു വരുന്നത് മറ്റൊരു രൂപത്തിലാണ്, ഒരേ സിലബസ് ആണ് പഠിപ്പിക്കുന്നത്. അതെ. അപ്പൊ എന്താ വെച്ചാൽ ഒരേ സിലബസ് തന്നെ പഠിപ്പിക്കുമ്പോ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഷാഫി മദബിലെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കുറെ അദബുകൾ പഠിപ്പിക്കുന്നുണ്ട്, കുറെ ഹദീസുകളും പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും തന്നെ ഒരാളെ സലഫി പ്രസ്ഥാനത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചുവിടാൻ പര്യാപ്തമായ രൂപത്തിലുള്ള സിലബസ് അല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ്. ചിന്തിക്കുന്നവന് ചിന്തിക്കാനുള്ള വക ഉണ്ടാവും. പക്ഷെ ഈ മുസ്ലിയാക്കന്മാരെന്ത് ചെയ്യും? ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് കുട്ടികളെ പാകപ്പെടുത്തി കളയും. ആ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന്റെ ദുരന്താണ്. പക്ഷെ എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, കേരളത്തിൽ നിരവധി പണ്ഡിതന്മാർ സുന്നി മേഖലയിൽ നിന്ന് മുജാഹിദ് മേഖലയിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം എന്താ? ആരുടെയും പ്രചോദനം ഉണ്ടായിട്ടല്ല, അവരുടെ സ്വന്തം പഠനങ്ങൾ മാത്രം. അപ്പൊ സത്യത്തിൽ പഠിക്കുന്ന ആളുകൾക്ക്, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് കടന്നു വരാനുള്ള, തിരിച്ചു പോരാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അപ്പൊ കേരളത്തിൽ നമ്മൾ ഇപ്പോ ഇവിടെ ജിദ്ദയിൽ തന്നെ സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്ക് വന്ന ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇവിടെ വന്ന് പ്രസംഗിച്ചു. കേരളത്തിലെ പല ഭാഗങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു. അതേ സ്ഥാനത്ത് പണ്ഡിതന്മാർ ഇങ്ങനെ മുജാഹിദ് നിന്ന് സുന്നിക്ക് ഞങ്ങൾ എന്തുകൊണ്ട് സുന്നിയായി എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നില്ല. കാരണം പോകാൻ പറ്റൂല. കാരണം ഇങ്ങനെ പ്രമാണങ്ങൾ അവഗണിക്കാൻ കഴിയോ? അപ്പൊ സത്യത്തിൽ ഈ വിദ്യാർത്ഥികൾ കോളേജുകളിൽ അവരെ റൂട്ടിൽ തന്നെ പോകുന്നത് മുസ്ലിയാക്കന്മാർ ഹദീത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അവരുടെ ചോൽപ്പടിക്ക് നിർത്തുന്നതുകൊണ്ടാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന് തിരിച്ചു ചിന്തിക്കാൻ പറ്റുന്നവർ പുറത്തു ചാടി വരികയും ചെയ്യുന്നു. പിന്നെ പല ആളുകളും സംഘടനകളിലേക്ക് വരാതെ തൗഹീദിൽ ഉറച്ചു മിണ്ടാതെ നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്.
അതാണ് നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ മൗലൂദുകളുടെയും റാത്തീബുകളുടെയും കുത്തുബിയത്തുകളുടെയും ഒരു കലവറയായിരുന്നു കേരളം. ഇന്നത് 100% മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് അത് ഉന്മൂലനം ചെയ്യപ്പെട്ടു. വളരെ അപൂർവം ഈ തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ, അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ, വടക്കൻ ജില്ലകളിൽ മാത്രമേ കാണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വളരെ അപൂർവം ആളുകളിലേക്ക് കാണുള്ളൂ. അത് എന്തുകൊണ്ടാണ്? ആളുകൾ ചിന്തിച്ചു, ആളുകൾ അതിൽ പിന്തിരിഞ്ഞു. പക്ഷെ അവരെന്താണ്, സാമുദായിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും നേതാക്കന്മാരുടെ പ്രശ്നങ്ങളും ഒക്കെ കാരണം അവരും ഉണ്ടായിരിക്കുന്നു മാത്രം.